നമുക്ക് പുൽപ്പള്ളി എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളി ടൗണിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, അതായത് നമ്മളെ കേരള കർണാടക അതിർത്തിയിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്. സീതാമൗണ്ട് എന്ന് പറഞ്ഞ ടൗണുണ്ട്. ഈ ടൗണിൻ്റെ ഒരു 2 കിലോമീറ്റർ പരിധിയിൽ ചാമപ്പാറ കൊളവള്ളി റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ബസ് റൂട്ടുള്ള റോഡാട്ടോ. ഈ റോഡിൻ്റെ സൈഡാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഈ ലാൻഡ് ഒരു 50ഓളം തെങ്ങ് ഇതിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളക് കൃഷിയുണ്ട്, റബ്ബറുണ്ട്. പിന്നെ ഇവർ മറ്റേ ഇറിഗേഷൻ സ്പ്രിങ്ക്ലറൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 കുഴൽക്കിണറുണ്ട്, 3 വീടുണ്ട് കേട്ടോ. അതിൽ 2 ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്. എല്ലാ സംഭവമുള്ളത്, തേക്കുണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിരന്ന ലാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ലാൻഡാണ്, നിരപ്പുള്ള ലാൻഡാണ്. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. നിലവിൽ അവരൊരു കിണർ കുഴിച്ചിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു 20 അടിയും കൂടെ ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടും. വെള്ളം ഓൾറെഡി കിട്ടിയതാണ്. ഇത് കൂടാതെ വാട്ടർ കണക്ഷൻ ഉണ്ട്, 2 ബോർവെല്ലുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള നല്ല ലാൻഡ്, നല്ല അടിപൊളി ലാൻഡാണ്. 3 വീടും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാനതിൻ്റെ വില കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ പുൽപ്പള്ളി ചാമപ്പാറ ആ ഒരു റോഡിലാട്ടുള്ളത്. ശരിക്കും ഈ ഒരു ഭാഗം അതിർത്തി കേട്ടോ. അതായത് എൻ്റെ വലത് സൈഡിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കർണാടകയാണ്. നമ്മൾ ഏതാണ്ട് അതിർത്തിയിലാണുള്ളത്. നല്ല രസമുള്ളൊരു ഏരിയ കേട്ടോ അത്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരു ജംഗിൾ റിസോർട്ട് പറഞ്ഞ വലിയ റിസോർട്ട് കണ്ടിട്ടുണ്ട്. ഈ റോഡ് കുറേ ദൂരം നിങ്ങൾ കാണുന്നുണ്ട്, ഇൻ്റർലോക്ക് കേട്ടോ. അത് നല്ല വൃത്തിയിൽ ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ്. നല്ലൊരു ഏരിയ, അത്യാവശ്യം നമുക്ക് ടൂറിസമൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ്. നമ്മൾ ഈ വഴിക്ക് ഇന്ന് കാണാൻ പോകുന്നത്, ഇവിടുന്ന് ആകെ 1 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഒരു 700-800 മിനിറ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്ക്. ഒരു 2 ഏക്കർ ലാൻഡ്, അതിലൊരു 3 വീടുണ്ട്, ചെറുതും വലുതുമായ ഒരു 3 വീടുകൾ. നല്ല ലാൻഡാണ്. അതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭംഗിയും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഇവിടുന്ന് പുൽപ്പള്ളിക്ക് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. സീതാമൗണ്ട് എന്ന് പറഞ്ഞൊരു ടൗണ് വളരെ അടുത്താട്ടോ. ഇവിടെ സ്കൂളുകൾ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ, ഒരു ചെറിയ ടൗൺ പറയുന്നതാണ് സീതാമൗണ്ട്. അതിവിടെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് സീതാമൗണ്ട് ടൗണ്. അപ്പോൾ എല്ലാത്തിനും പറ്റുന്നൊരു ഏരിയയാണ്. നമുക്ക് വേണമെങ്കിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് സെറ്റിൽ ചെയ്യാം. അല്ലാതെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, നല്ല മണ്ണാണല്ലോ ഈ പുൽപ്പള്ളി ഏരിയയിൽ, അത് വന്ന് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ്. ഈ റോഡിന്, നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ലാൻഡ് ഉള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1000-600 മീറ്ററും കൂടെ ഉള്ളൂ, നമുക്ക് അവിടെ എത്തിയിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഈ വന്ന റോഡാണ് കേട്ടോ അത്. നിങ്ങൾ ഈ വാഴ കാണുന്നുണ്ടാവും. ഈ വാഴേൻ്റെ അവിടെ നിന്നാണ് നമ്മളെ ലാൻഡിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. 2 ഏക്കറിൻ്റെ ഇതിങ്ങനെ പോയിട്ട് അവിടെ വണ്ടി കിടക്കുന്ന കാണുന്നില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്ത് ആ പോസ്റ്റ് വരെ ലാൻഡ് ഉണ്ട് കേട്ടോ. ഇത് ബസ് റൂട്ടാണ്, ചാമപ്പാറ പുൽപ്പള്ളി ബസ് റൂട്ടാണിത്. നല്ല നിരന്ന ലാൻഡാണ്. കുരുമുളകുണ്ട്, കോഫി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിലൊരു വീടുണ്ട് കേട്ടോ. ഇതിലൊരു വീടുണ്ട്. ഈ വീട് നിലവിൽ ക്ലോസ്ഡാണ്. അത് ചാവി ഇവരെടുത്തില്ല. അപ്പോൾ അത് പിന്നെ നിങ്ങൾ വരുമ്പോൾ നമുക്ക് തുറന്ന് കാണാം. ഈ വീടും ഇതിൻ്റെ കോമ്പൗണ്ടും, അതായത് ഈ സാധനം ഇപ്പോൾ ഇവർ അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു വേലി നിങ്ങൾ കാണുന്നുണ്ട്. ഈ വേലി നോക്കണ്ട, ഇത് ടോട്ടൽ ഒരുമിച്ച് കിടക്കുന്ന ലാൻഡാണ്. മോശമില്ലാത്തൊരു വീടാണ്. 2 ബെഡ്റൂമൊക്കെ ഉള്ള വൃത്തിയുള്ളൊരു വീടാണ്. ഇതിൻ്റെ പുറകിലോട്ടുള്ള ലാൻഡ്. തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ ഭാഗത്ത് ഒരു 3-4 പ്ലോട്ട് ഉത്തരേന്ത്യക്കാരൊക്കെ കയ്യിലാണുള്ളത്. അവർ റിസോർട്ടുകൾ കാര്യങ്ങൾ എല്ലാം ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ജനവാസമുള്ള ഏരിയ ആണ്. നമുക്ക് കൃഷിക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ടൗണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടടുത്ത് സീതാമൗണ്ട് ടൗണുണ്ട്. അപ്പോൾ ഇതൊരു 2 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ഇതിൻ്റെ സൈഡ് ഇത് പുറകു വരെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആ നെറ്റ് കെട്ടിയ കാണുന്നുണ്ടാവും, അവിടം വരെ ഉണ്ട്.
തെങ്ങുണ്ട്, ഒരുപാട് തെങ്ങുണ്ട് കേട്ടോ അതിൽ. തെങ്ങ്, കവുങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാധനം കിടക്കുന്നത്. നമുക്ക് അപ്പുറത്തെ വീടിൻ്റെ ബാക്കിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് കാണാൻ പറ്റും. റോഡ് നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് റോഡ് സൗകര്യമാണ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. എൻ്റെ റൈറ്റ് സൈഡിലുള്ള കംപ്ലീറ്റ് ഇതിൽ വരുന്നതാണ്. ഇഷ്ടംപോലെ തെങ്ങുണ്ട് കേട്ടോ അതിൽ. ഈ പുൽപ്പള്ളി ഭാഗത്ത് കുറേ തെങ്ങുള്ള ഏരിയ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കോടൊക്കെ പോയ അവസ്ഥയാണ്. തെങ്ങും തോട്ടം ഒരുപാടുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉണ്ട്. കാപ്പിയുണ്ട്, കുറച്ച് റബ്ബറുണ്ട്, മരങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ല നിരന്ന ലാൻഡാണ്. ഭാഗങ്ങളൊക്കെ പൊതുവെ ഇതാ ഈ ഒരു പോസ്റ്റ് വരെ ഇതിൻ്റെ ഫ്രണ്ടേജ് വരും കേട്ടോ. ഇതൊന്ന് ടോട്ടൽ ഒരു 60-70 മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ടാവും. അവിടം വരെ ഒരു 70-ൻ്റെ മേലെ വരുന്നുണ്ടാവും. അപ്പോൾ ഇത് ഇവരെ ഒരു നെക്സ്റ്റ് വീടാണ്. ഇതിൽ തന്നെ 2 വീട് വരുന്നുണ്ട് കേട്ടോ. ഇവർ ഈ പുറത്തുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വല്ലപ്പോഴും ഇവിടെ വരുമ്പം താമസിക്കാൻ വേണ്ടി എടുത്തിട്ടാണ്, കുറേ മുന്നേ എടുത്തിട്ടാണ്. അത്യാവശ്യം നല്ല തോട്ടാണ്. ഇത് ഒരു 2 ബെഡ്റൂമുള്ള ഒരു വീട്, ഇതിനോട് ചേർന്ന് ഒരു ഗസ്റ്റ് ഹൗസ്. ഇങ്ങനെയാണ് ഈ 3 വീട് ഇതിൽ വരുന്നത്. തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങാട്ടോ. നമുക്കൊന്ന് പുറകു വരെ പോയിട്ട് വീടിൻ്റെ ഉൾവശം ലാസ്റ്റ് കാണാം. ഇത് 2 ബെഡ്റൂം വരുന്ന ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. അത്യാവശ്യം സൗകര്യമുള്ള, ഇതൊരു പുതിയ കൺസ്ട്രക്ഷനാണ്, ഇപ്പോൾ അടുത്തുണ്ടാക്കിയാണ്. ഇതൊരു ഹോള്, ഇപ്പുറത്തൊരു ബെഡ്റൂമുള്ളത്. ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. നല്ലൊരു ഫാം ഹൗസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും, ഫാം ടൂറിസം പറ്റും, അതിനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ്. പിന്നെ ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ കുറച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കർണാടകയാണ്, അതിരാണ് ശരിക്കിത്. പക്ഷേ ഈ ലാൻഡ് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് അതിരില്ല കേട്ടോ. ഇതിന് ഫോറസ്റ്റ് അടുത്തുണ്ട്, പക്ഷേ ഫോറസ്റ്റ് അതിരായിട്ടില്ല. അപ്പുറത്ത് വേറൊരു റിസോർട്ട് പോലത്തെ ഒരു പ്രൊജക്റ്റാണ് വരുന്നത് ഈ ലാൻഡിനോട് ചേർന്നിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ നെറ്റ് ഫുള്ളായിട്ട് നെറ്റ് അടിച്ചിട്ടുണ്ട്. നെറ്റ് അടിച്ച് ഇതിൻ്റെ ബൗണ്ടറിയാണിത്. ബാക്ക് വരെ കാണാം കേട്ടോ, ഏറ്റവും പുറകു വരെ കാണാം. ലാൻഡ് ഇതേ നിരപ്പാണ്. ഇതിലിപ്പോൾ പുതിയ റബ്ബറാണ്, വെട്ടാനാവുന്നേ ഉള്ളൂ. ഇതൊരു പുതിയ നട്ടതാണ്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളത്. നല്ല അടിപൊളി ലാൻഡ് കേട്ടോ. കവുങ്ങ്, തെങ്ങ്, തേക്ക് എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഈ ലാൻഡിൻ്റെ ഇങ്ങേ അറ്റത്താട്ടുള്ളത്. ഇതാണ് നമ്മളെ കമ്പിവേലി വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത് ഞാൻ പറഞ്ഞില്ലേ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിവർ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിസോർട്ടാണ് നിങ്ങളിതിൽ കാണുന്നത്. അപ്പോൾ നമുക്കതിനും പറ്റും. ഈ ഒരു ഭാഗം നമുക്ക് ആ ഒരു പർപ്പസും കൂടെ നമുക്ക് പറ്റും. പിന്നെ ഇതിൽ വാട്ടർ ബോഡീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നിലവിൽ രണ്ട് ബോർവെൽ ഇതിലുണ്ട്. അതുകൂടാതെ ഇവർ ഒരു കിണർ കുഴിച്ചായിരുന്നു. ഇവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ പണീൻ്റെ ഇടയിൽ അത് ഇടിഞ്ഞു പോയി. അപ്പോൾ ഇതിൽ 20 മീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കിട്ടും. 20 ഫീറ്റിൻ്റെ ഉള്ളിൽ ഇതിൽ വെള്ളം കിട്ടും. അപ്പോൾ ആ ഒരു സംവിധാനമുണ്ട്. അത് നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്താൽ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. തൊട്ടടുത്ത പറമ്പിൽ കിണറുണ്ട്, വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. നല്ലൊരു മാവൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. തൊട്ടടുത്ത വീട്ടിൽ കിണറുണ്ട്. ഇവിടെ കുഴിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇവർ ഓൾറെഡി പകുതി കുഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. 2 ബോർവെല്ലുണ്ട്. മുനിസിപ്പാലിറ്റീൻ്റെ അല്ല, വാട്ടർ കണക്ഷൻ വേറെ ഉണ്ട്. മുനിസിപ്പാലിറ്റി അല്ല, പഞ്ചായത്താണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ. നല്ല രസമുള്ളൊരു പറമ്പാണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ വീടിൻ്റെ ഉൾവശം കൂടെ ജസ്റ്റ് ഞാനൊന്ന് എടുത്തു തരാം. അപ്പോൾ ഈ സാധനത്തിൻ്റെ, അതായത് ഇത് ടോട്ടൽ 2 ഏക്കറാണ്. 2 ഏക്കറിൽ വേണമെങ്കിൽ നമുക്ക് ഈ ബാക്കിലുള്ള 1 ഏക്കറായിട്ട് വേണമെങ്കിൽ നമുക്ക് മുറിച്ച് കൊടുക്കാം കേട്ടോ. അത് അവർ വില്ലിംഗ് ആണ്.
ബാക്കിലുള്ള 1 ഏക്കർ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട് മാത്രം അതിനോട് ജോയിൻ്റ് ചെയ്ത് 1 ഏക്കർ കൊടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ടോട്ടൽ വില ചോദിക്കുന്നത് 2 ഏക്കറയ്ക്ക് പെർ സെൻറ്റിന് 60,000 രൂപയാണ് ആസ്കിങ് റേറ്റ് ഈ ഒരു ലാൻഡിന്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതൊരു മാന്യമായ വിലയാണ്. കുറച്ചപ്പുറത്ത് സെൻറ്റിന് 1,80,000 രൂപയ്ക്കൊക്കെ വിറ്റ് പോയത് എനിക്ക് നേരിട്ട് അറിയാം, ഞാൻ അന്വേഷിച്ചതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. കൂടുതൽ ഞാൻ ഈ വീടിൻ്റെ ഉൾവശം കൂടെ കാണിക്കുന്നുണ്ട്, അതും കൂടെ കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നല്ല രസമുള്ളൊരു വീടാട്ടോ. ഇത് ഇവരെടുത്തപ്പോൾ ഒരു ഓൾഡ് വീടായിരുന്നു, ഇവർ പിന്നെ അത് റിനോവേറ്റ് ചെയ്തു, നിലമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു വീട് കേട്ടോ, ഒരു കുഞ്ഞു വീടാണ്. ഒരു ഹാളുണ്ട്, മേലെ സീലിംഗ് ഒക്കെ ചെയ്താണ്. ചെറിയ 2 ബെഡ്റൂമുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു ഫാം ഹൗസോ അല്ലെങ്കിൽ ചെറിയൊരു റിസോർട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഒരു കിച്ചണുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ. ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പഴയ മോഡലൊരു വീടാണ്, ഇവരത് റിനോവേറ്റ് ചെയ്തെടുത്താണ്. അപ്പം ഏതാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. ടോട്ടൽ 2 ഏക്കറാണ് പ്രോപ്പർട്ടി, ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.